നാട്ടുവിശേഷം മറ്റൊന്നോട്ടത്തിൽ കടുങ്ങല്ലൂർ മുപ്പത്തടുത്ത പുകയില മൊത്ത വിൽപ്പനശാലയിൽ പോലീസ് പരിശോധന. 180 പാക്കറ്റ് ഹാൻസ് പിടിച്ചെടുത്തു. 1/2 കിലോ കഞ്ചാവുമായി ആലുവയിൽ മറുനാടൻ തൊഴിലാളി എക്സൈസ് പിടിയിൽ. ഉള്ളിവില കുതിക്കുന്നു. അത്യാവശ്യ സാധനങ്ങൾക്കൊപ്പം ഉള്ളിവില ഉയർന്നത് സാധാരണക്കാരെ വലയ്ക്കുന്നു. വരാപ്പുഴ പൂനമാവിലെ ഗാന്ധി ബോർഡ് യൂണിറ്റ് കെട്ടിടം കാട് കയറി നശിക്കുന്നു. ഗാന്ധി ബോർഡ് യൂണിറ്റ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. ദേശീയപാത 17 വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡും സംഗമിക്കുന്ന ചേരാനെല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ അപകടം പതിയിരിക്കുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കടുങ്ങല്ലൂർ മുപ്പത്തടുത്ത പുകയില ഉൽപ്പന്നങ്ങളുടെ മൊത്തം വിൽപ്പനശാലയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പാൻ മസാലയുടെ 150 പാക്കറ്റുകൾ പിടിച്ചെടുത്തു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വച്ചതിന് കടയുടമ തോട്ടക്കാട്ടുകര പുന്നൂർക്കോട്ട് വീട്ടിൽ അൻസാറിനെതിരെ ബിനാനിപുരം പോലീസ് കേസെടുത്തു. കടുങ്ങല്ലൂർ ആലങ്ങാട് പ്രദേശങ്ങളിലെ വ്യാപാരികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ മൊത്തമായി എത്തിച്ചു കൊടുക്കുന്നത് ഈ കടയിൽ നിന്നുമാണ്. ഇതിന്റെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഇയാൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം എടയാറിലെ ഒരു പെട്ടിക്കടയിൽ നിന്നും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുമായി പിടികൂടിയ ആളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇവിടെ നിന്നുമാണ് എല്ലാവർക്കും സുലഭമായി സാധനങ്ങൾ കിട്ടുന്നതെന്ന വിവരം പോലീസിന് ലഭിച്ചത്. അതേ തുടർന്ന് സാധനങ്ങളെല്ലാം ഇയാൾ കടയിൽ നിന്നും മാറ്റിയിരിക്കുകയായിരുന്നു. എങ്കിലും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് SI PA ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി പരിശോധന നടത്തിയത്. എന്നാൽ 150 പാക്കറ്റുകൾ മാത്രമേ പിടികൂടുവാൻ കഴിഞ്ഞുള്ളൂ. ഇതിൽ കൂടുതൽ സാധനങ്ങൾ ഇയാളുടെ പക്കലുണ്ടെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. അതിനുള്ള പരിശോധന തുടരുകയാണ്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ DS പ്രസന്നകുമാർ, S സന്തോഷ്, T അജിത് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ട്. ഒരു മാസത്തിനിടെ എടയാർ കടുങ്ങല്ലൂർ മേഖലകളിൽ നിന്ന് മാത്രമായി 1000 പാക്കറ്റ് പാൻ മസാലകളാണ് പോലീസ് പിടിച്ചെടുത്തത്. സ്കൂൾ പരിസരത്തു നിന്നുള്ള സ്ഥാപനങ്ങളിൽ നിന്നുവരെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഹാൻസ്, ശംഭു, മിനാർ എന്നീ പേരുകളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ഹാൻസ് പോലുള്ള പാൻ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചതിന് ശേഷവും എടയാർ വ്യവസായ മേഖലയിൽ ഇതിന്റെ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇത്തരം സാധനങ്ങൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത്. എടയാറിൽ നിരവധി ഇതര ഭാഷക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെ പോലെ തന്നെ പ്രദേശവാസികളും ഇതിന്റെ സ്ഥിരം ഉപയോഗക്കാരുണ്ട്. നിരോധനം ലംഘിച്ച് കുട്ടികൾക്കിടയിലും വിൽപ്പന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ ബിനാനിപുരം പോലീസ് പാൻ മസാല വിൽപ്പന കണ്ടെത്തുവാൻ രംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അങ്ങനെയാണ് പടിഞ്ഞാറെ കടുങ്ങല്ലൂർ, മൂലേപ്പീടിക, മുപ്പത്തടം, കൊങ്ങോർപ്പള്ളി, എടയാർ എന്നിവിടങ്ങളിലെ കടകളിൽ നിന്നും വൻതോതിൽ ഹാൻസ് പാക്കറ്റുകൾ പിടിച്ചത്. ഒരു മാസത്തിനിടെ ഇത്രയധികം സാധനം പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞെങ്കിലും ഇതിന്റെ മൊത്ത വ്യാപാരിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് 2 ആഴ്ചത്തെ ശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ മൊത്ത വ്യാപാരിയും പിടിയിലാകുന്നത്. ആലുവ മഞ്ഞപ്പെട്ടിയിൽ 1/2 കിലോ കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായി. മുർഷിദാബാദ് ജില്ലയിൽ ഡോങ്കലിൽ ഹമീദ് ഷേഖിന്റെ മകൻ സിറാജ് ഷേഖാണ് സ്ക്വാഡ് CI KK അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റിലായത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി എന്ന വ്യാജേന മഞ്ഞപ്പെട്ടിയിലാണ് പ്രതി തങ്ങിയിരുന്നത്. ബംഗാളിൽ നിന്നും ട്രെയിൻ മാർഗം എത്തിക്കുന്ന കഞ്ചാവ് പെരുമ്പാവൂർ മേഖലയിലാണ് വിറ്റഴിച്ചുകൊണ്ടിരുന്നത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളായിരുന്നു പ്രധാന ഇരകൾ. ഫോൺ മുഖേനയായിരുന്നു ഇടപാടുകൾ നടത്തിയിരുന്നത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്. എക്സൈസ് ഉദ്യോഗസ്ഥരായ KK സുബ്രഹ്മണ്യൻ, VA ജബ്ബാർ, CT സുനീഷ് കുമാർ, കൃഷ്ണകുമാർ, VS ഷൈജു, AG പ്രദീപ് കുമാർ, സക്കീർ ഹുസൈൻ എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. അന്യസംസ്ഥാനക്കാരനായിട്ടുള്ള, അതായത് പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് ജില്ലക്കാരനായിട്ടുള്ള ഒരാളെ 1/2 കിലോ കഞ്ചാവുമായിട്ട് എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇന്ന് പിടികൂടുകയുണ്ടായി. ഇയാളുടെ കയ്യിൽ 1/2 കിലോ കഞ്ചാവാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഇയാളുടെ പേര് സിറാജ് ഷെയ്ഖ് എന്നാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിതരണം ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ്. ഇയാൾ മെയ്സൺ പണിക്ക് പോകുന്ന ആളാണെന്ന് പറയുന്നു. പക്ഷേ പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയില്ല. ജോലിക്ക് പോകുന്നവരും ഇതിന് അഡിക്റ്റായിട്ടുള്ളവരുമായിട്ടുള്ള ആളുകൾക്കിടയിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണ് ഈ കഞ്ചാവ് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഉള്ളിവില കുതിക്കുന്നു. അരിക്കും അത്യാവശ്യ സാധനങ്ങൾക്കും പഴവർഗ്ഗങ്ങൾക്കുമൊപ്പം ഉള്ളി ഇനങ്ങൾക്കും വില ഉയരുന്നത് സാധാരണക്കാരെ വല്ലാതെ വലയ്ക്കുന്നു. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനമുള്ള ഉള്ളിവില സർക്കാരിനും നീറ്റലുണ്ടാക്കുന്നു. രാജ്യ തലസ്ഥാന നഗരിയിൽ അധികാരത്തിലിരുന്ന സർക്കാരുകളെ താഴെയിറക്കിയ ചരിത്രമുള്ള ഉള്ളിയുടെ വില കൂടുന്നത് സാധാരണ ജനങ്ങളെക്കാൾ സർക്കാരിനെ അലട്ടുന്നു. രാഷ്ട്രപതി ഭരണം നിലനിൽക്കുന്ന ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉള്ളിവില പിടിച്ചു നിർത്തുവാൻ കേന്ദ്രം നടപടി സ്വീകരിച്ചു തുടങ്ങി. മൊത്ത കച്ചവട മാർക്കറ്റിൽ കിലോയ്ക്ക് 13 രൂപ വിലയുള്ളപ്പോൾ ചില്ലറ വില 30 രൂപയായിരിക്കുന്നത് ഇടനിലക്കാരുടെ ഭീമമായ കമ്മീഷൻ കാരണമാണെന്ന് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ചില്ലറ വിൽപ്പനയിൽ 40% വില കൂടിയിട്ടുണ്ട്.
ഇത്തവണ മഴ കുറയുമെന്ന പ്രചരണം മൂലവും ഉള്ളി പൂഴ്ത്തിവയ്ക്കുന്നുണ്ട്. ഉള്ളി ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം തടയുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട ചീഫ് സെക്രട്ടറിമാർക്ക് കത്തെഴുതുവാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1998 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സർക്കാരിനെ അട്ടിമറിച്ച് കോൺഗ്രസ് അധികാരത്തിലേറിയത് ഉള്ളിയുടെ വിലവർധന പ്രചാരണ ആയുധമാക്കിയാണ്. അന്ന് 60 രൂപ വരെ വില ഉയർന്നു. കഴിഞ്ഞ ഡിസംബറിൽ ഉള്ളി കിലോയ്ക്ക് 100 രൂപ വന്നതോടെ കോൺഗ്രസും അടിതെറ്റി വീണു. സംസ്ഥാനത്ത് 30 മുതൽ 36 രൂപ വരെ കിലോയ്ക്ക് വിലയുള്ള ഉള്ളിക്ക് ഇനിയും വില കയറുമെന്നാണ് സംസാരം. എന്നാൽ രാഷ്ട്രീയ സ്വാധീനത്തെ ബാധിക്കാവുന്ന ഉള്ളി വിലയെ താഴോട്ട് കൊണ്ടുവരുവാൻ കേന്ദ്ര സർക്കാർ അണിയറ നീക്കം തുടങ്ങിയിട്ടുണ്ട്. അകത്ത് കടക്കുന്നത് സ്വന്തം ഉത്തരവാദിത്വത്തിൽ. കാട് കയറി നശിച്ച സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയ ഖാദി ബോർഡ് കൂനമാവ് യൂണിറ്റ് കെട്ടിടത്തിലേക്ക് കയറുന്നവർക്കാണ് ഈ മുന്നറിയിപ്പ്. ദേശീയപാത 17 നിന്ന് 50 മീറ്റർ മാത്രം അകലെയുള്ള കെട്ടിടമാണ് രാത്രിയെന്നും പകലെന്നും വ്യത്യാസമില്ലാതെ സാമൂഹിക വിരുദ്ധർ അഴിഞ്ഞാടുന്ന കേന്ദ്രമായി മാറിയിരിക്കുന്നത്. എന്നിട്ടും അധികൃതർ ഇവയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നതായിട്ടാണ് നാട്ടുകാരുടെ ആക്ഷേപം. 1982 ഖാദി ബോർഡിന്റെ യൂണിറ്റ് ഈ കെട്ടിടത്തിൽ തുടങ്ങിയത്. ഏതാണ്ട് 8 വർഷം ചർക്കയിൽ നൂൽക്കലും മറ്റു ജോലികളുമായി ഇവിടെ യൂണിറ്റ് പ്രവർത്തിച്ചു. ഖാദിയുടെ യൂണിറ്റുകൾക്ക് പതിവായി സംഭവിക്കുന്നത് പോലെ ഈ യൂണിറ്റിന്റെ പ്രവർത്തനവും നിലച്ചു. കാടുകളെ വെല്ലുന്ന രീതിയിൽ വള്ളികളും കൂറ്റൻ മരങ്ങളും 40 സെന്റ് സ്ഥലത്ത് വളർന്നു നിൽക്കുന്നുണ്ട്. 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ കെട്ടിടത്തിന് തൊട്ടടുത്തായി പ്രവർത്തിക്കുന്നുണ്ട്. സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയ ഇവിടെ ധൈര്യം സംഭരിച്ച് അകത്തു കയറിയാൽ ലഹരിയിൽ വിടർന്ന ഭാവനകളുടെ നിറക്കൂട്ടുകൾ ഭിത്തിയിൽ കാണാം. ഇവയെല്ലാം മൂകസാക്ഷിയായി മഹാനദിയുടെ ചിത്രവും ചുവരിൽ ഇരിപ്പുണ്ട്. ദേശീയപാത 17 വല്ലാർപാടം കണ്ടെയ്നർ റോഡും സംഗമിക്കുന്ന ചേരാനല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ബൈക്ക് യാത്രക്കാരെ രക്ഷിക്കാൻ ശ്രമിക്കവേ കണ്ടെയ്നർ ലോറികൾ കൂട്ടിയിടിച്ച് ഒരു ലോറിയുടെ ഒരു വശം തകർന്നു. ബൈക്ക് യാത്രക്കാരൻ ലോറിക്ക് അടിയിൽ വീണെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിർത്തിയിട്ടിരുന്ന ലോറിയിൽ അമിത വേഗതയിൽ വന്ന കണ്ടെയ്നർ ലോറി ഇടിച്ചാണ് ലോറിയുടെ വലതുവശം തകർന്നത്. ഈ ലോറിയുടെ ഡീസൽ ടാങ്ക് തുണിശീല കൊണ്ട് കെട്ടിയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. സിഗ്നൽ അപഗണിച്ച് അമിത വേഗതയിൽ വരുന്ന ഇരുചക്ര വാഹനങ്ങളടക്കമുള്ള വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിന് പ്രധാനമായും കാരണക്കാരാകുന്നത്. ആലുവ മാർക്കറ്റിലെ വ്യാപാരിയെ അകാരണമായി മർദ്ദിച്ച ആലുവ പ്രിൻസിപ്പൽ SI ആയിരുന്ന സുധീർ മനോഹറിനെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഇടുക്കി DCRBയിലേക്ക് വീണ്ടും സ്ഥലം മാറ്റി. വ്യാപാരികളുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ 26-ന് SIയെ എറണാകുളം റൂറൽ DCRBയിലേക്ക് മാറ്റിയിരുന്നു. കഴിഞ്ഞ 23-നാണ് പരാതിക്കാധാരമായ സംഭവം നടന്നത്. ഇതേ തുടർന്ന് SIക്കെതിരെ നടപടി വേണമെന്ന് അൻവർ സാദത്ത് MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും DGPയെയും നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു. ആലുവ കമ്മത്തലൈൻ വാര്യപാടത്ത് വീട്ടിൽ സേവിയറിനെയാണ് രോഗിയാണെന്ന് അറിയിച്ചിട്ടും SI കുടിവെള്ളം പോലും നൽകാതെ ക്രൂരമായി മർദ്ദിച്ചത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എവിടെയെന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. 60-കാരനായ സേവിയറിനെ കണ്ണട യൂരിയെടുത്ത് കുരുമുളക് പൊടി വിതറുമെന്ന് പറഞ്ഞ് ഭീഷണിയും മുഴക്കിയിരുന്നു. മാർത്തോമ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് തോമസ് കോട്ടയ്ക്കാവ് പള്ളിയിൽ ദുക്രാനോ തിരുനാളിന് കൊടിയേറി. എറണാകുളം അങ്കമാലി അതിരൂപത സഹായമെത്രാൻ മാർ ജോസ് പത്തൻ വീട്ടിലാണ് തിരുനാളിന് കൊടിയേറ്റിയത്. തുടർന്ന് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കുർബാനയും നൊവേനയും നടന്നു. തിരുനാൾ ദിനമായ വ്യാഴാഴ്ച രാവിലെ 5:30 കുർബാന, തിരുസ്വരൂപ എഴുന്നള്ളിപ്പ് വെക്കൽ എന്നിവ നടക്കും. 9:30 വിശുദ്ധ തോമസ് ലീഗ മാമോദിസ മുക്കിയ തീർത്ഥക്കുളത്തിൽ സമൂഹ മാമോദിസ നടക്കും. തുടർന്നുള്ള കുർബാനയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാൻ മാർ സെബാസ്റ്റ്യൻ എടേന്ദ്രത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ബ്ലേഡ് മാഫിയകളുടെ വലയിൽപ്പെട്ട പൊതുജനങ്ങളിൽ നിന്നും എറണാകുളം റൂറൽ പോലീസ് സൂപ്രണ്ട് നേരിട്ട് പരാതി സ്വീകരിക്കുന്ന അദാലത്ത് പറവൂരിൽ നടന്നു. അദാലത്തിന്റെ ഉദ്ഘാടനം പറവൂർ TBയിൽ വെച്ച് റൂറൽ പോലീസ് മേധാവി സതീഷ് ബിനോ പരാതി സ്വീകരിച്ചുകൊണ്ട് നിർവഹിച്ചു. DYSP VK സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ആലുവ DCRB DYSP ബിജി ജോർജ്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP കൃഷ്ണൻകുട്ടി, ആലുവ, അങ്കമാലി, പറവൂർ, വടക്കേക്കര, ഞാറക്കൽ സർക്കിൾ ഇൻസ്പെക്ടർമാർ, സബ് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അദാലത്തിൽ 20ഓളം പരാതികളാണ് ലഭിച്ചത്. 3 കേസിൽ FIR രജിസ്റ്റർ ചെയ്യുവാനും മറ്റു കേസുകളിൽ അന്വേഷണം നടത്തി മേൽ നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായി. അദാലത്തിൽ ലഭിച്ച പരാതിയിൽ ഏറ്റവും ദയനീയമായത് മൂലമ്പള്ളി സ്വദേശിനി മെർലി മെൻസിന്റേതാണ്. അയൽവാസിയായ ടെൻമ പെടുത്താസ് എന്ന സ്ത്രീയിൽ നിന്നും 2,80,000 രൂപ കടം വാങ്ങിയതിന് 1,29,000 രൂപ തിരികെ കൊടുത്തിട്ടും ഈട് വാങ്ങിയ മെർലിയുടെ വീട് എഴുതി വാങ്ങുകയായിരുന്നെന്ന് പരാതിയിൽ പറയുന്നു. വരാപ്പുഴ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് പ്രതിക്ക് വേണ്ടി നിലകൊണ്ടതായും മെർലി പറയുന്നു.
വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ 40 വർഷം പഴക്കമുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റികൾ പൊളിച്ചുമാറ്റി പുതിയ മന്ദിരം നിർമ്മിക്കുന്നു. വി.ഡി. സതീശൻ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 4,05,00,000 രൂപയാണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. 2 നിലയിലായി നിർമ്മിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ മുകൾ നിലയാണ് ഹാളായി ഉപയോഗിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ കിച്ചനും ഡൈനിങ് ഹാളുമായിരിക്കും. 8,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന കെട്ടിടം 1 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.എസ്. മുഹമ്മദ് അറിയിച്ചു. വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റിയാണ് ഏതാണ്ട് 30 വർഷം പഴക്കമുള്ളതായിരുന്നു. അത് ചോർച്ചയും എൻ്റെ കവിതയ്ക്ക് സംവിധാനമൊക്കെ താറുമാറായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എം.എൽ.എ. സമിതിയിൽ എം.എൽ.എ. 4 കോടി രൂപ പുതിയ കമ്മ്യൂണിറ്റിയുടെ പണിയിൽ അനുവദിക്കുകയും ചെയ്തു. അത് 8,000 സ്ക്വയർ ഫീറ്റോളം തന്നെ പുതിയ കമ്മ്യൂണിറ്റിയാണ്. താഴെ ഡൈനിങ് ഹാളും മുകളിൽ ആളുമായിട്ടാണ് പണിയുന്നത്. അപ്പോൾ ആധുനിക രീതിയിലുള്ള ഒരു ബിൽഡിംഗ് പണിയുക എന്നാണ് ഞാൻ ലക്ഷ്യം. അതുവഴി ഈ പഞ്ചായത്തിലെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ആവശ്യങ്ങൾ നടത്താൻ വളരെ പ്രയോജനകരമായിരിക്കും. പോലീസ് കണ്ടുകെട്ടുന്ന വാഹനങ്ങൾ വഴിയോരത്ത് ഗതാഗത തടസ്സമുണ്ടാക്കും വിധം പിടിച്ചിടരുതെന്ന് ഹൈക്കോടതി ഉത്തരവായി. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പരാതിയിലാണ് കോടതി വിധിയെങ്കിലും സംസ്ഥാനത്ത് ഒരു ജില്ലകളിലും പ്രശ്നമുണ്ടാകരുതെന്നാണ് നിർദ്ദേശം. മണൽ അബ്കാരി കേസുകളിൽ ഉൾപ്പെടെ കണ്ടുകെട്ടുന്ന വാഹനങ്ങൾ റോഡരികിൽ തുരുമ്പ് പിടിച്ച് നശിക്കുന്നതുവരെ പിടിച്ചിടുകയാണ് പതിവ്. മിക്കവാറും പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിൽ 10ഉം 20ഉം വർഷങ്ങളായി കിടക്കുന്ന വണ്ടികളിൽ കാടുകൾ രൂപപ്പെട്ടും ഇഴജന്തുക്കൾ വരെ വിഹരിക്കുന്ന അവസ്ഥയിലുമാണ്. മണൽ കടത്ത് പിടിക്കുന്ന ലോറികളിൽ വള്ളിപ്പടർപ്പുകളും മരങ്ങൾ വരെ വളർന്നു നിൽക്കുന്നുണ്ട്. ആലുവ സ്റ്റേഷൻ പരിസരത്ത് പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ കുടിച്ചുപേക്ഷിച്ച മദ്യക്കുപ്പികൾ വരെ കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ കിലോമീറ്ററുകളോളം നീളത്തിൽ പിടിച്ചിട്ട വാഹനങ്ങൾ കാരണം ഗതാഗത സ്തംഭനവും അപകടങ്ങളും ഉണ്ടാവുന്നതായി ചൂണ്ടിക്കാട്ടി തിരൂരങ്ങാടി സ്വദേശി സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. കേസ് തീർപ്പാക്കാനുള്ള താമസം കൊണ്ടാണെങ്കിലും വാഹനം കസ്റ്റഡിയെടുക്കുന്ന ഉദ്യോഗസ്ഥൻ ആ വാഹനം വഴിയിൽ കിടന്ന് ഗതാഗത തടസ്സമുണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വ്യവഹാരങ്ങളിൽപ്പെടുന്ന വാഹനങ്ങൾ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധ എത്തുന്നിടത്ത് തന്നെ സൂക്ഷിക്കണം. എന്നാൽ റോഡരികിലും സർക്കാർ റവന്യൂ ഓഫീസുകളിലും പിടിച്ചിടുന്ന രീതി ഒഴിവാക്കണമെന്നുമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. പടിഞ്ഞാറെ കടുങ്ങല്ലൂർ എടവത്ര വടക്കൻ ചൊവ്വ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ കലശം ഭക്തിസാന്ദ്രമായി. തന്ത്രി വേഴപ്പറമ്പുമന ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി മാവൽശ്ശേരി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും നേതൃത്വത്തിൽ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടന്നു. പടിഞ്ഞാറെ കടുങ്ങല്ലൂർ കളവത്തിൽ കോട്ടുവള്ളിക്കാവ് മൂലസ്ഥാനത്ത് നിന്നും ഞായറാഴ്ച എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന വിഗ്രഹങ്ങൾ 30-ന് പ്രസാദശുദ്ധി, വാസ്തുബലി, ആചാര്യവരണം തുടങ്ങിയ താന്ത്രിക പൂജകളോടെ ക്ഷേത്രസന്നിധിയിൽ ഗണനാദികൾ നടത്തി. 1-ന് ബിംബശുദ്ധി ക്രിയകളും 25 കലശവും ബിംബ പരിഗ്രഹവും താഴികക്കുട പ്രതിഷ്ഠവും നടത്തി. ബുധനാഴ്ച രാവിലെ ബ്രഹ്മകലശം കഴിഞ്ഞ ഭദ്രകാളി പ്രതിഷ്ഠ നടത്തി. ക്ഷേത്രശില്പി രാജു ചെറായിയെ ആദരിച്ചു. നിത്യേന കടുങ്ങല്ലൂർ വേലായുധൻ പിള്ളയുടെ ഭാഗവത പാരായണവും പ്രസാദകൂട്ടും ഉണ്ടായിരുന്നു. ഭാഗവതോത്തംസം അഡ്വക്കേറ്റ് ടി.ആർ. രാമനാഥന്റെ പ്രഭാഷണവും നടന്നു. ഒരു വൻ ആലവൃക്ഷത്തിന്റെ തറയിൽ പ്രതിഷ്ഠയോടെ ദേശവാസികൾ ആരാധന നടത്തിയിരുന്ന വടക്കൻ ചൊവ്വ ഭദ്രകാളിക്ക് ഭക്തജനങ്ങളുടെ കൂട്ടായ ശ്രമഫലമായി ക്ഷേത്രവും ഉപദേവതമാർക്ക് തറയും തയ്യാറാക്കി ഭക്തി നിർഭരമായി പ്രതിഷ്ഠാ കലശം നടത്തുകയായിരുന്നു. പ്രതിഷ്ഠയ്ക്ക് ശേഷം ദേവീനടയിൽ പറവഴിപാട് നടത്തുന്നതിനായി ഭക്തരുടെ തിരക്ക് അനുഭവപ്പെട്ടു. 7 ഇനം പറവഴിപാടാണ് ഒരുക്കിയിരുന്നത്. നെല്ല്, അരി, ശർക്കര, മഞ്ഞൾ, അയിമ്പറ, നാണയപ്പറ എന്നീ പറകളാണ് ദേവീനടയിൽ ഭക്തർ നിറച്ചത്. എടവത്ര ക്ഷേത്രം ചെയർമാൻ കെ കുട്ടപ്പൻ, ട്രഷറർ പി.എ. സത്യൻ എന്നിവർ പരിപാടികൾക്കും തന്ത്രി വേഴപ്പറമ്പ് മന ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, ചാറ്റുകുളം മഹാദേവ ക്ഷേത്രം മേൽശാന്തി മാവൽശ്ശേരി നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവർ പൂജാതി കർമ്മങ്ങൾക്കും നേതൃത്വം നൽകി. പടിഞ്ഞാറെ കടുങ്ങല്ലൂർ ശ്രീ ശാസ്ത്ര ക്ഷേത്രത്തിന് വടക്കുഭാഗത്താണ് എടവത്ര വടക്കൻ ചൊവ്വ ഭദ്രകാളി ക്ഷേത്രം. നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ. കടുങ്ങല്ലൂർ 30 പുകയില മൊത്ത വിൽപ്പനശാലയിൽ പോലീസ് പരിശോധന. 150 പാക്കറ്റ് ഹാൻഡ് പിടിച്ചെടുത്തു. 1/2 കിലോ കഞ്ചാവുമായി ആലുവയിൽ മറുതാടൻ തൊഴിലാളി എക്സൈസ് പിടിയിൽ. ഉള്ളിവില കുതിക്കുന്നു. അത്യാവശ്യ സാധനങ്ങൾക്കൊപ്പം ഉള്ളിവില ഉയരുന്നത് സാധാരണക്കാരെ വലയ്ക്കുന്നു. വരാപ്പുഴ കൂനമ്മാവിലെ ഗാന്ധി ബോർഡ് യൂണിറ്റ് കെട്ടിടം കാട് കയറി നശിക്കുന്നു. ഗാന്ധി ബോർഡ് യൂണിറ്റ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. ദേശീയപാത 17 വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡും സംഗമിക്കുന്ന ചേരാനെല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ അപകടം പതിയിരിക്കുന്നു.